ഈ 2500 രൂപ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉപരോധം കേരള ഗവൺമെൻറ്റിനെ ഇമാതിരിയുള്ള ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് കൈക്കൂലിയായിട്ടാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കണക്കിൽ 62 ലക്ഷം ആളുകൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, അതിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ. ആ ജനവിഭാഗങ്ങളെല്ലാം മുഖത്ത് യഥാർത്ഥത്തിൽ ശക്തമത്തായ കരണത്തടിക്കുക എന്നൊക്കെ പറയുന്നില്ല, അതുപോലുള്ളൊരു അടിയാണ് യഥാർത്ഥത്തിൽ വരുന്നത്. 2500 രൂപ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉപരോധം കേരള ഗവൺമെൻറ്റിനെ ഇമാതിരിയുള്ള ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല, ക്ഷേമപരമായ ഒരു സമീപനവും സ്വീകരിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് കേരളത്തിൻ്റെ മേലെ ഒരു സാമ്പത്തിക ഉപരോധം പോലെ ഈ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൊടുക്കാൻ കഴിയാതിരുന്നത്. അല്ലെങ്കിൽ 2500 രൂപ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ധാരണ. എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ അവർ പാളി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവർക്ക് ഇവിടെ രാഷ്ട്രീയ മുദ്രാവാക്യമില്ല. അവർ പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് കൈക്കൂലിയായിട്ടാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കണക്കിൽ 62 ലക്ഷം ആളുകൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്, അതിൽ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ. ആ ജനവിഭാഗങ്ങളെല്ലാം മുഖത്ത് യഥാർത്ഥത്തിൽ ശക്തമത്തായ കരണത്തടിക്കുക എന്നൊക്കെ പറയുന്നില്ല, അതുപോലുള്ളൊരു അടിയാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുക്കും മൂലയും ഉൾപ്പെടെയുള്ള മുഴുവൻ മേഖലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് എം സ്വരാജാണെന്ന് പറയുന്നതോടുകൂടി വളരെ ആവേശത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ചാടിയത്. അത് പിന്നീടുള്ള സ്വീകരണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് തന്നെയാണ് കാണിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഒരു ചാഞ്ചല്യമില്ലാതെ നല്ല ഉൾക്കരുത്തോടുകൂടി രാഷ്ട്രീയം അവതരിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ള പാർട്ടി നേതാവ് തന്നെയാണ് സഖാവ് സ്വരാജ് എന്ന് ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഒരേപോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം.